മെയ് മാസത്തിലെ ഒരു പ്രത്യേക രാത്രിയിൽ മാത്രം അത്ഭുതകരമായി പൂക്കുന്ന ഒരു ഒലിവുമരത്തെക്കുറിച്ച് നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ശരിക്കും കേൾക്കുമ്പോഴൊരു മാജിക് പോലെ തോന്നും അല്ലേ? അതെ അതെ. അതുമല്ലെങ്കിൽ 2000 വർഷം പഴക്കമുള്ള ഒരു താടിയല്ല് ഒരു നഗരം മുഴുവൻ തങ്ങളുടെ ഏറ്റവും വലിയ നിധിയായി ജീവനു തുല്യം കാത്തുസൂക്ഷിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പൊ കേൾക്കുമ്പോൾ ഏതെങ്കിലും ഫാന്റസി സിനിമയിലെ രംഗങ്ങളാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ ഇതൊക്കെ തെക്കൻ സ്പെയിനിലെ ഗ്വാഡിക്സ് എന്ന നഗരത്തിന്റെ യാഥാർത്ഥ്യങ്ങളാണ്. അവരുടെ ജീവിക്കുന്ന ചരിത്രമാണ്. ശരിയാണ്. ഇതൊരു വെറും ചരിത്രം മാത്രമല്ല. ഇന്റർനെറ്റോ പത്രങ്ങളോ എന്തിന് കൃത്യമായ ഗതാഗത സൗകര്യങ്ങളോ പോലും ഇല്ലാതിരുന്ന 17ാം നൂറ്റാണ്ടിൽ ഒരാശയത്തെ എങ്ങനെ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് വൈറലാക്കാം എന്നതിന്റെ ഒരു ക്ലാസിക് ഉദാഹരണം കൂടിയാണിത്. അതേക്കുറിച്ച് തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഈ അന്വേഷണത്തിൽ വിശദമായി സംസാരിക്കാൻ പോകുന്നതും. സാൻ ടോർക്വാട്ടോ എന്ന പുണ്യവാളന്റെ ചരിത്രം ഒരു ജനതയുടെ സ്വത്വമായി മാറിയതെങ്ങനെയെന്ന് പുരാതന ചരിത്രരേഖകൾ, വാസ്തുവിദ്യാ വിവരങ്ങൾ, പിന്നെ 17ാം നൂറ്റാണ്ടിലെ കൗതുകകരമായ ചില കൊത്തുപണികൾ എന്നിവയിലൂടെ നമ്മളിന്ന് പരിശോധിക്കുകയാണ്. ഈ കഥയുടെ തുടക്കം അന്വേഷിച്ചു പോയാൽ ശരിക്കും നമ്മൾ ചെന്നെത്തുന്നത് 1ാം നൂറ്റാണ്ടിലാണ്, അതായത് റോമൻ സാമ്രാജ്യത്തിന്റെ കാലത്ത്. കൃത്യമായി പറഞ്ഞാൽ പത്രോസും പൗലോസും ക്രിസ്തുമതം പ്രചരിപ്പിക്കാനായി 7 അപ്പോസ്തോലിക പുരുഷന്മാരടങ്ങുന്ന ഒരു സംഘത്തെ സ്പെയിനിലേക്ക് അയക്കുന്ന സമയത്ത്. ഈ 7 സംഘത്തിലെ ഏറ്റവും പ്രധാനിയായിരുന്നു സാൻ ടോർക്വാറ്റോ. അദ്ദേഹമാണല്ലേ ഗ്വാഡിക്സിലെ ആദ്യത്തെ ബിഷപ്പായി മാറുന്നത്? അതെ, അദ്ദേഹം തന്നെയാണ്. പിന്നെ ഇതേ സംഘത്തിലെ സെയിന്റ് ഇൻഡലേഷ്യോ അൽമീരിയ നഗരത്തിലും സഭ സ്ഥാപിച്ചു. ബാക്കിയുള്ള 5 പേരും സ്പെയിനിന്റെ മറ്റു ഭാഗങ്ങളിലേക്കാണ് പോയത്. അവഞ്ചേഴ്സോ? അതൊരു രസകരമായ ഉപമയാണല്ലോ. അല്ല പിന്നെന്താ. ഓരോരുത്തർക്കും ഓരോ പ്രത്യേക നഗരങ്ങൾ, ഓരോ പ്രത്യേക ദൗത്യങ്ങൾ. പക്ഷേ വെറുതെ ചെന്ന് സഭ സ്ഥാപിക്കാൻ അക്കാലത്ത് ആർക്കും കഴിയില്ലല്ലോ. ഈയൊരു സൂപ്പർ ഹീറോ പരിവേഷം കിട്ടണമെങ്കിൽ അവർക്ക് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ തക്കതായ എന്തെങ്കിലും അത്ഭുതങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകില്ലേ? സൂപ്പർ ഹീറോ ഉപമ ഒരു പരിധിവരെ ശരിയാണ് കേട്ടോ. കാരണം ഇവരുടെ പേരിലും ഒരുപാട് അത്ഭുത കഥകൾ അന്ന് പ്രചരിച്ചിരുന്നു. പ്രത്യേകിച്ച് ടോർക്വാറ്റോയുമായി ബന്ധപ്പെട്ട് പ്രധാനമായും 3 അത്ഭുതങ്ങളാണ് പുരാതന രേഖകളിൽ ആവർത്തിച്ചു വരുന്നത്. ഒന്ന്, അദ്ദേഹത്തെയും സംഘത്തെയും ആക്രമിക്കാൻ വന്ന വിജാതീയർ ഒരു വലിയ പാലം കടക്കുമ്പോൾ ആ പാലം അത്ഭുതകരമായി തകർന്ന് അവർ വെള്ളത്തിൽ വീണു മരിക്കുന്നു. ഒരു നിമിഷം, അവർ പുറകെ വരുമ്പോൾ പാലം തകർന്നു വീണോ? ശരിക്കും സിനിമ പോലെ തന്നെ. അതെ, പുരാതന രേഖകൾ അങ്ങനെയാണ് പറയുന്നത്. രണ്ടാമത്തത്, ലുപ്പേരിയ എന്ന റോമൻ വനിതയെ അദ്ദേഹം മാമോദീസ മുക്കുന്നതാണ്. ഇതൊരു സാധാരണ സംഭവമായിരുന്നില്ല. അതായത് ലുപ്പേരിയ ആ പ്രദേശത്തെ വളരെ വലിയ സമ്പന്നയും സ്വാധീനവുമുള്ളൊരു വ്യക്തിയായിരുന്നു അല്ലേ? തീർച്ചയായും. അവരുടെ മതമാറ്റം ആ പ്രദേശം മുഴുവൻ ക്രിസ്തുമതത്തിലേക്ക് മാറുന്നതിന് വലിയൊരു സാമ്പത്തികവും രാഷ്ട്രീയമായ അടിത്തറ നൽകി. അപ്പോഴത് വെറും ഒരു മതപരമായ ചടങ്ങ് മാത്രമായിരുന്നില്ല എന്ന് ചുരുക്കം. വളരെ ബുദ്ധിപരമായ ഒരു രാഷ്ട്രീയ നീക്കം കൂടിയായിരുന്നു എന്ന് വേണം കരുതാൻ. കൃത്യമായി പറഞ്ഞാൽ അതൊരു പൊളിറ്റിക്കൽ മൂവ് തന്നെയായിരുന്നു. എന്നാൽ മൂന്നാമത്തെ അത്ഭുതമാണ് ഇതിലെ ഏറ്റവും സിനിമാറ്റിക്കായ സംഭവം. അദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ച ഫേസ് റെറ്റാമ എന്ന സ്ഥലത്ത് അദ്ദേഹത്തിന്റെ ഓർമ്മദിനത്തിൽ, അതായത് മെയ് 15 മാത്രം അത്ഭുതകരമായി പൂക്കുന്ന ഒരു ഒലിവുമരം. ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷേ നൂറ്റാണ്ടുകളോളം ഇതൊക്കെ വെറും വാമൊഴിയായി മാത്രം നിലനിന്ന ഒന്നായിരുന്നില്ലേ? പെട്ടെന്ന് 17ാം നൂറ്റാണ്ടിൽ ഇത് ഇത്രയധികം പ്രചാരം നേടാൻ എന്താണ് കാരണം? അവിടെയാണ് നമ്മുടെ കഥയിലെ ഏറ്റവും വലിയ വഴിത്തിരിവ് വരുന്നത്. 1686-ൽ മാർക്കോസ് ഡി ഒറോസ്കോ എന്ന പ്രശസ്തനായ ഒരു കലാകാരൻ ഒരു പ്രത്യേക ദൗത്യവുമായി വരുന്നു. മാഡ്രിഡിൽ നിന്നുള്ള ഒരു പുരോഹിതനും കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഒരു ചെമ്പ് തകിടിൽ ഒരു കൊത്തുപണി, അതായത് ഒരു കോപ്പർ പ്ലേറ്റ് എൻഗ്രേവിംഗ് തയ്യാറാക്കുന്നു. ഇപ്പോൾ ഈ കോപ്പർ പ്ലേറ്റ് എൻഗ്രേവിംഗ് എന്ന് പറയുമ്പോൾ ഒരു ചെമ്പ് തകിടിൽ ഉളിയോ മറ്റോ ഉപയോഗിച്ച് ചിത്രങ്ങൾ ആഴത്തിൽ വരച്ചെടുത്ത് അതിൽ മഷി പുരട്ടി പേപ്പറിൽ അമർത്തി പ്രിന്റ് എടുക്കുന്ന പഴയ രീതി തന്നെയല്ലേ? അതെ അതെ, അതുതന്നെ. അക്കാലത്ത് ഭൂരിഭാഗം സാധാരണക്കാർക്കും അക്ഷരാഭ്യാസമുണ്ടായിരുന്നില്ല എന്ന് നമുക്കറിയാമല്ലോ. അവർക്ക് വലിയ ഗ്രന്ഥങ്ങളോ പുസ്തകങ്ങളോ വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയില്ല. അതിനാൽ ഇത്തരം കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ചിത്രങ്ങൾ അത്യാവശ്യമായിരുന്നു. ഒറോസ്കോയുടെ ആ കൊത്തുപണി വെറുമൊരു ചിത്രമായിരുന്നില്ല. പിന്നെ അതൊരു ഇൻഫോഗ്രാഫിക് പോലെ ആയിരുന്നു. ശരിക്കും ഒരു സമ്പൂർണ്ണ ഇൻഫോഗ്രാഫിക് ആയിരുന്നു അത്. ചിത്രത്തിന്റെ മധ്യഭാഗത്തായി സാൻ ടോർക്വാറ്റോ നിൽക്കുന്നു, ചുറ്റുമായി മറ്റ്6 അപ്പോസ്തലന്മാരും. താഴെയായി നമ്മൾ നേരത്തെ പറഞ്ഞ 3 അത്ഭുതങ്ങളും വളരെ വിശദമായി അതിൽ വരച്ചു ചേർത്തിരുന്നു. ജനങ്ങൾ
തങ്ങളുടെ വീടുകളിലെ ചുവരുകളിൽ പശയ്ക്ക് പകരം റൊട്ടിക്കഷ്ണം ഉപയോഗിച്ച് ഈ ചിത്രങ്ങൾ ഒട്ടിച്ചു വെക്കാൻ തുടങ്ങി. റൊട്ടിക്കഷ്ണം ഉപയോഗിച്ചോ? ഓഹ്, അത് കൊള്ളാമല്ലോ. പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ, എനിക്കിതത്ര വിശ്വസിക്കാൻ കഴിയുന്നില്ല. വെറുമൊരു ഭക്തിയുടെ പുറത്ത് ഗ്വാഡിക്സ് കത്തീഡ്രൽ ഇത്രയും പണം മുടക്കി പ്രശസ്തനായ ഒരു കലാകാരനെ കൊണ്ട് ഇങ്ങനെയൊരു വലിയ ക്യാമ്പയിൻ നടത്തുമോ? ഈ റൊട്ടിക്കഷ്ണം ഉപയോഗിച്ച് ചിത്രം ഒട്ടിക്കുന്ന സാധാരണക്കാരുടെ ഭക്തി എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ കത്തീഡ്രൽ അധികാരികളുടെ ലക്ഷ്യം ശരിക്കും എന്തായിരുന്നു? വളരെ കൃത്യമായൊരു ചോദ്യമാണത്. ഇതിനു പിന്നിൽ വലിയൊരു രാഷ്ട്രീയമുണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. ഈ പ്രിന്റുകൾ വ്യാപകമായി വിതരണം ചെയ്തതിന് പിന്നിലെ പ്രധാന ലക്ഷ്യം റോമിലെ മാർപ്പാപ്പയിൽ നിന്ന് തങ്ങളുടെ പള്ളിക്ക് ഔദ്യോഗിക അംഗീകാരം നേടിയെടുക്കുക എന്നതായിരുന്നു. അതായത് വെറുതെ ഒരു അംഗീകാരമല്ല, സ്പെയിനിലെ ആദ്യത്തെ ബിഷപ്പാണ് തങ്ങളുടെ സ്വന്തം ടോർക്വാറ്റോ എന്ന് റോമിനെ കൊണ്ട് ഔദ്യോഗികമായി അംഗീകരിപ്പിക്കണം. അതിലെന്താണ് ഇത്ര വലിയ കാര്യം? സ്പെയിനിലെ മറ്റ് നഗരങ്ങളായ അൽമേരിയയോ ടൊളീഡോയോ ഒക്കെ തങ്ങളാണ് ഏറ്റവും പൗരാണികർ എന്നവകാശപ്പെടുന്നതിന് തടയിടാൻ വേണ്ടിയാണോ ഇത്? തീർച്ചയായും. ആ കാലഘട്ടത്തിൽ പൗരാണികത എന്നാൽ വലിയൊരു അധികാരമാണ്. റോമിന്റെ ഔദ്യോഗിക അംഗീകാരം ലഭിച്ചാൽ ഗ്വാഡിക്സ് ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായി മാറും. അതിനർത്ഥം കൂടുതൽ ഫണ്ട്, കൂടുതൽ അധികാരങ്ങൾ, മറ്റു രൂപതകൾക്ക് മുകളിലുള്ള മേൽക്കോയ്മ എന്നിവയൊക്കെയാണ്. അപ്പോ ഇതൊരു പക്ക ബിസിനസ് നീക്കം കൂടിയായിരുന്നു എന്ന് പറയാം. അതെ. ഏതായാലും ഈ ദൃശ്യവൽക്കരണ ക്യാമ്പയിൻ വലിയ വിജയമായി മാറി. ജനങ്ങൾക്കിടയിലും പുരോഹിതർക്കിടയിലും ഈ ചിത്രങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടെ ഗ്വാഡിക്സിന്റെ പൈതൃകം സ്പെയിനിൽ മുഴുവൻ ചർച്ചയായി. ഇതിന്റെയെല്ലാം ഫലമായി 1692 റോം ഇവർക്ക് ഔദ്യോഗിക അനുമതി നൽകി. ടോർക്വാറ്റോയുടെ ഓർമ്മദിനം വലിയ രീതിയിൽ കൊണ്ടാടാൻ വത്തിക്കാൻ ഉത്തരവിടുകയും ചെയ്തു. ഓ, അപ്പോ അതൊരു വമ്പൻ വിജയമായിരുന്നു. ഒരു അച്ചടി ചിത്രം എങ്ങനെ ഒരു നഗരത്തിന്റെ പദവി തന്നെ മാറ്റിമറിച്ചു എന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണിത്. ഇത് ശരിക്കും നമ്മൾ ഇന്നത്തെ കാലത്ത് കാണുന്ന ഒരു പൊളിറ്റിക്കൽ PR ക്യാമ്പയിൻ പോലെ തന്നെയുണ്ടല്ലോ. അതെ, ഒരു ഇമേജ് സൃഷ്ടിക്കുക, അത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക, അവസാനം കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് അംഗീകാരം നേടിയെടുക്കുക. വളരെ ബുദ്ധിപൂർവമായ നീക്കം തന്നെ. പക്ഷേ ഒരു സംശയം. ഇത്രയും വലിയൊരു ക്യാമ്പയിൻ കാലങ്ങളോളം നിലനിർത്താൻ ഈയൊരു കോപ്പർ പ്ലേറ്റ് മാത്രം മതിയാകുമോ? ഈ പ്രിന്റിംഗ് പ്രക്രിയയിൽ വലിയ മർദ്ദം ഉപയോഗിച്ചാണല്ലോ അച്ചടിക്കുന്നത്. ആയിരക്കണക്കിന് പ്രിന്റുകൾ എടുത്തതിനു ശേഷം സ്വാഭാവികമായും ആ ചെമ്പുതകിടിന് തേയ്മാനം സംഭവിച്ച് ഉപയോഗശൂന്യമാകില്ലേ? ശരിയാണ്. ചെമ്പുതകിടുകൾക്ക് ആയുസ് വളരെ കുറവാണ്. ഓരോ തവണ ഭാരമുള്ള പ്രസ് ഉപയോഗിച്ച് പേപ്പറിലേക്ക് മഷി പതിപ്പിക്കുമ്പോഴും ആ കൊത്തുപണികളുടെ ആഴവും വ്യക്തതയും കുറഞ്ഞുവരും. അങ്ങനെ അച്ചടിച്ച് ആ രേഖകൾ മങ്ങാൻ തുടങ്ങി 1765 ആയപ്പോഴേക്കും ചിത്രങ്ങൾ തീരെ വ്യക്തമല്ലാത്ത അവസ്ഥയിലായി. അപ്പോ അവരെന്ത് ചെയ്തു? പുതിയതുണ്ടാക്കിയോ? അപ്പോഴാണ് കത്തീഡ്രൽ മാനുവൽ ഡി റിവേറ എന്നൊരു പുതിയ കൊത്തുപണിക്കാരനെ ഈ തകിട് പുതുക്കിപ്പണിയാൻ ഏൽപ്പിക്കുന്നത്. അദ്ദേഹം ആ മങ്ങിയ രേഖകൾക്ക് മുകളിലൂടെ വീണ്ടും ഉളി ഉപയോഗിച്ച് വരച്ചു. പക്ഷേ ആ പുതുക്കൽ പ്രക്രിയയിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാറിപ്പോയി. അദ്ദേഹം ആ ചിത്രത്തിന്റെ സ്വഭാവം തന്നെ മാറ്റിക്കളഞ്ഞു എന്നാണ് നമ്മൾ ഈ രേഖകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അദ്ദേഹം ചിത്രം പുതുക്കിയപ്പോൾ പുണ്യവാളന്റെ കണ്ണുകളുടെ ഭാവം തന്നെ മാറിപ്പോയി. അതെ, അതൊരു വലിയ മാറ്റമായിരുന്നു. ആദ്യം മുകളിലേക്ക്, അതായത് സ്വർഗത്തിലേക്ക് വളരെ ഭക്തിയോടെ നോക്കിയിരുന്ന ടോർക്വാറ്റോ റിവേരയുടെ തിരുത്തലുകൾക്കു ശേഷം നേരെ മുന്നോട്ടു നോക്കുന്ന തികച്ചും നിർജീവമായ മുഖഭാവമുള്ള ഒരാളായി മാറി. പോരാത്തതിന് റിവേറ ആ ചിത്രത്തിന്റെ താഴെ വലിയ അക്ഷരത്തിൽ സ്വന്തം ഒപ്പും ചേർത്തു. ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ കലാകാരനായ ഒറോസ്കോയുടെ പേര് മായ്ച്ചു കളഞ്ഞിട്ട് താനാണിത് വരച്ചതെന്ന മട്ടില്. കലാകാരന്മാരുടെ ഈഗോ അന്നും ഇന്നും ഒരുപോലെയാണല്ലേ? എനിക്കത് കണ്ടപ്പോൾ ചിരിയാണ് വന്നത്. അന്നത്തെ കാലത്ത് ഈ പണി ചെയ്യുന്നവർക്കിടയിൽ തങ്ങളുടെ പേര് പതിപ്പിക്കാനുള്ളൊരു പ്രവണതയുണ്ടായിരുന്നു. എന്നാൽ ഈ ചിത്രത്തിന്റെ മാറ്റങ്ങൾ അവിടെ അവസാനിക്കുന്നില്ല കേട്ടോ. 1855 മിഗ്വൽ ആൽഫിയേരി ഇത് വീണ്ടും പുതുക്കി വരച്ചു. എന്നാൽ അതിലും വലിയ മാറ്റം സംഭവിക്കുന്നത് അതേ വർഷം തന്നെയാണ്. ഓ, ഇനിയും മാറ്റങ്ങളുണ്ടോ? ഉണ്ട്. മിഗ്വൽ പിനേഡ എന്നൊരാൾ പുതിയൊരു സാങ്കേതിക വിദ്യയായ ലിത്തോഗ്രാഫ് ഉപയോഗിച്ച് ഇതിന്റെ പുതിയൊരു പതിപ്പ് തയ്യാറാക്കി. ഇപ്പോ ഈ ലിത്തോഗ്രാഫ് എന്ന് പറയുമ്പോൾ അത് ചെമ്പ് തകിടിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? അതൊരു വലിയ സാങ്കേതിക മുന്നേറ്റമായിരുന്നോ? വളരെ വളരെ വലിയൊരു മുന്നേറ്റമായിരുന്നു അത്. ലിത്തോഗ്രാഫ് എന്ന സാങ്കേതികവിദ്യ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. ചെമ്പ് തകിടിലെ കൊത്തുപണികൾ പോലെ ഉളി ഉപയോഗിച്ച് കഠിനമായി കുഴിക്കുന്നതിന് പകരം
തികച്ചും പരന്ന ഒരു പ്രത്യേകതരം കല്ലിൽ രാസവസ്തുക്കളും കൊഴുപ്പുള്ള മഷിയും ഉപയോഗിച്ച് ചിത്രം വരയ്ക്കുന്ന രീതിയാണത്. എണ്ണയും വെള്ളവും തമ്മിൽ കലരില്ല എന്ന അടിസ്ഥാന തത്വമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതില് കൊത്തുപണികളുടെ ആവശ്യമില്ല അല്ലേ? ഇല്ല, ഇത് കലാകാരന്മാർക്ക് ഒരു പേപ്പറിൽ പെൻസിൽ കൊണ്ട് വരയ്ക്കുന്ന അത്രയും എളുപ്പത്തിൽ ചിത്രം തയ്യാറാക്കാൻ അവസരം നൽകി. മാത്രമല്ല, ചെമ്പ് തകിടുകളെപ്പോലെ പെട്ടെന്ന് തേയ്മാനം സംഭവിക്കാത്തതിനാൽ വളരെ വേഗത്തിൽ കുറഞ്ഞ ചെലവിൽ ആയിരക്കണക്കിന് പ്രിന്റുകൾ എടുക്കാനും അവർക്ക് കഴിഞ്ഞു. ഓ, അതൊരു വലിയ കാര്യം തന്നെ. സാങ്കേതികവിദ്യ മാറിയപ്പോൾ പിന്നീട് ആ ചിത്രത്തിലും ചില അപ്ഡേറ്റുകൾ വരുത്തിയില്ലേ? ആ പുണ്യവാളന്റെ മുഖത്തുള്ള വലിയ താടി അദ്ദേഹം ഒഴിവാക്കി. ടോർക്വാറ്റോയെ കൂടുതൽ ചെറുപ്പക്കാരനായ ഒരാളായി അദ്ദേഹം ചിത്രീകരിച്ചു. സാധാരണക്കാർക്ക് പെട്ടെന്നും വായിച്ചു മനസ്സിലാകുന്ന സ്പാനിഷ് ഭാഷയിലാക്കി. ഇത് ശരിക്കും നമ്മളിപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഫിൽറ്ററുകൾ ഉപയോഗിച്ച് നമ്മുടെ മുഖം മാറ്റുന്നതും സന്ദർഭത്തിനനുസരിച്ച് ക്യാപ്ഷനുകൾ മാറ്റുന്നതും പോലെ തന്നെയല്ലേ? കൃത്യമായി പറഞ്ഞാൽ അതേ മനഃശാസ്ത്രം തന്നെയാണ് ഇവിടെയും പ്രവർത്തിച്ചത്. ഓരോ കാലഘട്ടത്തിലെയും ആളുകൾ തങ്ങൾക്ക് പെട്ടെന്ന് സ്വീകരിക്കാൻ കഴിയുന്ന രീതിയിൽ തങ്ങളുടെ വീരനായകന്മാരെയും പുണ്യവാളന്മാരെയും മാറ്റിയെടുക്കുന്നു. വലിയ താടിയുള്ള ലാറ്റിൻ സംസാരിക്കുന്ന ഒരു പുരാതന വ്യക്തിയേക്കാൾ താടിയില്ലാത്ത സ്പാനിഷ് സംസാരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ 19ാം നൂറ്റാണ്ടിലെ ആധുനിക സമൂഹത്തിന് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയും. ശരിയാണ്, ആർക്കും പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതെ, ഈ ചിത്രങ്ങൾ വെറും കലാരൂപങ്ങളായിരുന്നില്ല, അതൊരു സമൂഹത്തിന്റെ മാറുന്ന അഭിരുചികളുടെ കൃത്യമായ പ്രതിഫലനം കൂടിയായിരുന്നു. അപ്പൊ നമ്മൾ ഇതുവരെ 17ാം നൂറ്റാണ്ട് മുതൽ 19ാം നൂറ്റാണ്ട് വരെയുള്ള ചിത്രങ്ങളിലൂടെയുള്ള ഈ ഒരു പ്രചരണത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. എന്നാൽ ഇതിനൊരു മറുവശം കൂടിയുണ്ട്. ജനങ്ങളെ വൈകാരികമായി ഇതിലേക്ക് അടുപ്പിക്കുന്നതിനുള്ള ഭൗതികമായ തയ്യാറെടുപ്പുകൾ കത്തീഡ്രൽ അതിനും വളരെ മുൻപേ തുടങ്ങിയിരുന്നില്ലേ? അതെ, തീർച്ചയായും തുടങ്ങിയിരുന്നു. കാരണം 1592 തന്നെ ഗ്വാഡിക്സിലേക്ക് സാൻ ടൊർക്വാറ്റോയുടെ തിരുശേഷിപ്പുകൾ തിരികെ കൊണ്ടുവന്നതായി രേഖകളിലുണ്ട്. 10ാം നൂറ്റാണ്ടിൽ മുസ്ലിം ആക്രമണ സമയത്ത് ഗലീഷ്യയിലെ ഒരു ആശ്രമത്തിലേക്ക് സുരക്ഷയ്ക്കായി മാറ്റിയ ആ തിരുശേഷിപ്പുകൾ വെറുമൊരു ചിത്രം കാണിക്കുന്നതിനു പകരം ആളുകൾക്ക് നേരിട്ട് കാണാനും സ്പർശിക്കാനും കഴിയുന്ന എന്തെങ്കിലും വേണമെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാകണം. ഉറപ്പായിട്ടും മനുഷ്യർക്ക് എപ്പോഴും തങ്ങളുടെ വിശ്വാസത്തെ ബന്ധിപ്പിക്കാൻ ഇത്തരം ഭൗതികമായ വസ്തുക്കൾ ആവശ്യമാണ്. പുണ്യവാളന്റെ ഒരു കൈപ്പത്തി, താടിയല്ല്, കൂടാതെ സാധാരണയായി പ്രദർശിപ്പിക്കാത്ത ഉപ്പൂട്ടിയുടെ ഒരു അസ്ഥി എന്നിവ അവർ വലിയ ആഘോഷങ്ങളോടെ ഗ്വാഡിക്സിലേക്ക് കൊണ്ടുവന്നു. ഇതിനെ ഒരു ഭൗതിക രൂപത്തിലേക്ക് മാറ്റുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 1615 അവർ പണിതുടങ്ങിയ സാൻ ടോർക്വാട്ടോ പള്ളി. അതൊരു സാധാരണ പള്ളിയായിരുന്നില്ല. ബറോക്ക് ശൈലിയിലുള്ള അതിമനോഹരമായ ഒരു നിർമ്മിതിയായിരുന്നു അത്. ഈ ബറോക്ക് വാസ്തുവിദ്യയുടെ ഒരു പ്രത്യേകത എന്താണെന്നല്ല, അത് വെറും ഒരു കെട്ടിടമല്ല. സാധാരണക്കാരായ ജനങ്ങൾ, പ്രത്യേകിച്ച് അക്കാലത്തെ കർഷകരും ദരിദ്രരുമായ ആളുകൾ അതിനുള്ളിലേക്ക് കയറുമ്പോൾ അവരുടെ സ്വന്തം ചെറുതാഴമയും സഭയുടെയും ദൈവത്തിന്റെയും വലിയ അധികാരവും അവർക്ക് സ്വയം ബോധ്യപ്പെടാൻ വേണ്ടി ഡിസൈൻ ചെയ്തതാണ് ആ ശൈലി. അതെ, അതൊരു ഗംഭീര അനുഭവമായിരിക്കും അവർക്ക് നൽകിയിട്ടുണ്ടാവുക. സ്വർണ്ണ നിറത്തിലുള്ള വലിയ അലങ്കാരങ്ങൾ, വളഞ്ഞൊടിഞ്ഞ രൂപങ്ങൾ, നാടകീയമായി വെളിച്ചം വീഴുന്ന ജനാലകൾ, ഇതെല്ലാം കാണുമ്പോൾ അക്ഷരാഭ്യാസമില്ലാത്ത ഒരു മനുഷ്യൻ ശരിക്കും അത്ഭുതപ്പെട്ടുപോകും. ഒരു വലിയ സാമ്രാജ്യത്തിന്റെ ശക്തിയാണ് അവിടെ പ്രകടിപ്പിക്കുന്നത്. ആ ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കുക എന്നതുതന്നെയായിരുന്നു സഭയുടെ പ്രധാന ലക്ഷ്യവും. ഇതൊരു സാംസ്കാരിക തുടർച്ച കൂടിയാണ്. സ്പെയിനിൽ ഇസ്ലാമിക ഭരണമുണ്ടായിരുന്ന കാലത്ത് അൽമേരിയയിലും മറ്റും ജീവിച്ചിരുന്ന മൊസാർബിക് ക്രിസ്ത്യാനികളുടെ ചരിത്രം നമ്മൾ ഇതിനോട് ചേർത്തു വായിക്കേണ്ടതുണ്ട്. ഒരു നിമിഷം ഇസ്ലാമിക ഭരണത്തിനു കീഴിൽ അറബി ഭാഷയും സംസ്കാരവും സ്വീകരിച്ച് എന്നാൽ തങ്ങളുടെ ക്രിസ്തീയ വിശ്വാസം നിലനിർത്തിയ ആൾക്കാരല്ലേ ഈ മൊസറബിത് ക്രിസ്ത്യാനികൾ? അവരെങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ തങ്ങളുടെ വിശ്വാസം കാത്തുസൂക്ഷിച്ചത്? പരസ്യമായി വലിയ ആഘോഷങ്ങൾ നടത്താനൊന്നും അവർക്ക് കഴിഞ്ഞിരുന്നല്ലോ. ഇല്ല, അവർക്ക് പരസ്യമായ ആഘോഷങ്ങൾ ഒരിക്കലും സാധ്യമായിരുന്നില്ല. എങ്കിലും അവർ തങ്ങളുടെ വീടുകൾക്കുള്ളിലും ചെറിയ കേന്ദ്രങ്ങളിലും ഈ വിശ്വാസം വളരെ ശക്തമായി കാത്തുസൂക്ഷിച്ചു. ചിലയിടങ്ങളിൽ അവർ തങ്ങളുടെ നഗരകവാടത്തിൽ കന്യകാമറിയത്തിന്റെ പ്രതിമ വരെ രഹസ്യമായി സ്ഥാപിച്ചിരുന്നു എന്ന് നമ്മുടെ ചരിത്ര സ്രോതസ്സുകളിൽ പറയുന്നുണ്ട്. പ്രതിസന്ധിയുടെ ആ പഴയ കാലഘട്ടത്തിൽ നിന്ന് തുടങ്ങി പിന്നീട് വന്ന നൂറ്റാണ്ടുകളിലൂടെ കടന്ന് വമ്പൻ കൊത്തുപണികളിലൂടെയും ബറോക്ക് പള്ളികളിലൂടെയും അത് വലിയ രീതിയിൽ വളർന്നു. ആ വളർച്ചയുടെ ഏറ്റവും വലിയ ജീവിക്കുന്ന തെളിവാണ് ഇന്നും മെയ് 15 ഫെയ്സ് റെറ്റാമയിലേക്ക് നടക്കുന്ന റോമേരിയ.
അതായത് പുണ്യവാളന്റെ ആ രക്തസാക്ഷിത്യ സ്ഥലത്തേക്ക് നടക്കുന്ന വലിയ തീർത്ഥാടനം. അത് വെറുമൊരു പള്ളിയിലെ ചടങ്ങല്ല. മഴ ലഭിക്കാൻ വേണ്ടി കർഷകർ പുണ്യവാളന്റെയും ഫാത്തിമ മാതാവിന്റെയും രൂപങ്ങളും വഹിച്ചുകൊണ്ട് നടത്തുന്ന വലിയൊരു ഘോഷയാത്രയാണിത്. അതെ, അവിടെ ഒരുപാട് സാംസ്കാരിക പരിപാടികൾ നടക്കാറുണ്ടല്ലോ. യുദ്ധം അനുകരിക്കുന്ന നാടകീയമായ നൃത്തങ്ങളും അരങ്ങേറുന്നു. ഇതൊരു മതപരമായ ചടങ്ങ് എന്നതിലുപരി ഗ്വാഡിക്സ് എന്ന നഗരത്തിന്റെ സാംസ്കാരിക സ്വത്വമായി മാറിക്കഴിഞ്ഞു, അല്ലേ? തീർച്ചയായും. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പാരമ്പര്യങ്ങൾ അവരുടെ ജീവിതത്തിന്റെ, അവരുടെ സംരക്ഷണത്തിന്റെ, അവരുടെ കൃഷിയുടെയൊക്കെ ഭാഗമായി മാറിക്കഴിഞ്ഞു. ഒരുപക്ഷെ 17-ാം നൂറ്റാണ്ടിലെ കത്തീഡ്രൽ അധികാരികൾ തങ്ങളുടെ അധികാരമുറപ്പിക്കാൻ ബോധപൂർവം തുടങ്ങിയൊരു PR ക്യാമ്പയിനാകാം ഇതിന്റെയൊക്കെ തുടക്കം. എന്നാൽ തലമുറകൾ കൈമാറി വരുമ്പോൾ അതൊരു ജനതയുടെ ആത്മാവായി മാറുന്നതാണ് ചരിത്രത്തിൽ നമ്മൾ എപ്പോഴും കാണുന്നത്. അതെ, തുടക്കം എന്തായിരുന്നാലും ഇന്ന് അവർക്കതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ്. ശരിയാണ്. ചരിത്രമെന്നത് വെറുമൊരു സംഭവങ്ങളുടെ പട്ടികയല്ല. അത് മനുഷ്യർ തങ്ങളുടെ അധികാരത്തിനും വിശ്വാസത്തിനും സമാധാനത്തിനും വേണ്ടി നിർമ്മിച്ചെടുക്കുന്ന, മാറ്റിയെഴുതുന്ന ഒരു വലിയ കഥ കൂടിയാണെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ റോമൻ കാലത്തെ ഇതിഹാസങ്ങളിൽ തുടങ്ങി ഇസ്ലാമിക ഭരണകാലത്തെ ചെറുത്തുനിൽപ്പിലൂടെയും 17-ാം നൂറ്റാണ്ടിലെ കോപ്പർ പ്ലേറ്റ് ക്യാമ്പയിനുകളിലൂടെയും 19-ാം നൂറ്റാണ്ടിലെ ലിത്തോഗ്രാഫ് എഡിറ്റിംഗിലൂടെയും ആധുനിക കാലത്തെ തീർത്ഥാടനങ്ങളിൽ വരെ എത്തിനിൽക്കുന്ന ഒരു അത്ഭുതകരമായ യാത്രയാണ് നിങ്ങളിന്നീ കേട്ടത്. നമ്മൾ ഉപയോഗിക്കുന്ന വിവരങ്ങളും നമ്മൾ കാണുന്ന ചിത്രങ്ങളുമൊക്കെ നമ്മുടെ വിശ്വാസങ്ങളെ കാലക്രമേണ എത്രത്തോളം രൂപപ്പെടുത്തുന്നു എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. വളരെ ശരിയായൊരു നിരീക്ഷണമാണത്. എന്നാൽ ഈ വിശദമായ അന്വേഷണം അവസാനിക്കുന്നതിനു മുമ്പ് ചരിത്രകാരന്മാർക്കിടയിലുള്ള വളരെ കൗതുകകരമായ, ചിന്തിപ്പിക്കുന്ന ഒരു സിദ്ധാന്തം കൂടി നിങ്ങളുടെ മുന്നിൽ വയ്ക്കാം. ഇത്രയും കാലം നമ്മൾ സംസാരിച്ച ഗ്വാഡിക്സ് ജനത ജീവനുതുല്യം സ്നേഹിക്കുന്ന സാൻ ടോർക്വാറ്റോ എന്ന പുണ്യവാളൻ യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനെ അല്ലെങ്കിലോ? അങ്ങനൊരു സാധ്യതയുമുണ്ടോ? ഉണ്ട്. സ്പെയിനിലെ പുരാതന സെൽട്ടിക് ദൈവമായ ബന്ദ്വ എന്ന സങ്കല്പത്തെ പിന്നീട് വന്നവർ ക്രിസ്തീയവൽക്കരിച്ച് അവതരിപ്പിച്ചതായിരിക്കാം ഈ പുണ്യവാളൻ എന്ന് ചില ചരിത്രകാരന്മാർ ശക്തമായി വിശ്വസിക്കുന്നു. നൂറ്റാണ്ടുകളായി തങ്ങൾ ആരാധിക്കുന്നത് പുരാതനമായൊരു സെൽട്ടിക് ദൈവത്തെ ആയിരിക്കാം എന്ന സത്യം ആ ജനത എങ്ങനെ ഉൾക്കൊള്ളും? അതൊരു വല്ലാത്ത ചോദ്യം തന്നെയാണ്. നമ്മൾ ഇതുവരെ സംസാരിച്ച യാഥാർത്ഥ്യങ്ങളെല്ലാം ഈ ഒരൊറ്റ ചോദ്യത്തിനു മുന്നിൽ വീണ്ടും ചോദ്യം ചെയ്യപ്പെടുകയാണ്. എന്താണ് ചരിത്രം, എന്താണ് കെട്ടുകഥ എന്ന് വേർതിരിക്കാൻ കഴിയാത്ത ഈ അവസ്ഥയെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനും നിങ്ങളുടെ സ്വന്തം യുക്തി ഉപയോഗിച്ച് ചിന്തിക്കാനും നിങ്ങൾക്ക് വിട്ടുതന്നുകൊണ്ട് ഇന്നത്തെ ഈ യാത്ര നാം ഇവിടെ അവസാനിപ്പിക്കുന്നു. തീർച്ചയായും പുതിയൊരു വിഷയവുമായി അടുത്ത തവണ നമുക്ക് വീണ്ടും കാണാം.